ഹായ്. നമ്മുടെ ബിഗ് ബോസ് താരം റിനീഷ കഴിഞ്ഞ ദിവസം ആറ്റുകാൽ പൊങ്കാലയും പങ്കെടുത്തതുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര വിവാദമാണ് സോഷ്യൽ മീഡിയയിൽ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം ഇൻകമിങ് കോൾ മാത്രം, അതായത് ഇൻകമിങ് മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന മതമാണോ? അതായത് ഇപ്പം നമുക്കറിയാം ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മളുടെ ഈ പറഞ്ഞ കേരള ഹിന്ദു പെൺകുട്ടി നോമ്പ് നോക്കുന്നത്, അവർ നിസ്കരിക്കുന്നതിൻ്റെ പോലെ, അവർ പ്രാർത്ഥിക്കുന്നതിൻ്റെ പോലെ ചില റീൽസൊക്കെ ഇറങ്ങുമ്പോൾ നമ്മളുടെ ആൾക്കാർ, അതായത് മുസ്ലിം സഹോദരന്മാർ പറയുന്നത് ഇതാണ് കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമന്റ് ഇടുന്നു. അതേസമയം റനീഷ ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോയപ്പോൾ അതിന്റെ താഴെയാണെങ്കിൽ ബാഡ് കമന്റ്സ് ഒരുപാട് ഇടുന്നുണ്ട്. ഞാനൊരു കാര്യം പറയാം, നമ്മളിപ്പം ഇന്ത്യയുടെ കോൺടെക്സ്റ്റ് എടുത്ത് നോക്കണം. നമ്മൾ മതേതരത്വ രാജ്യത്താണ് ജീവിക്കുന്നത്, മതേതര ഇന്ത്യയിലാണ് ജീവിക്കുന്നത്. ഇവിടെ എല്ലാ മതത്തിനും ഈക്വൽ ആണ്. അപ്പം ഒരു ചിന്തിക്കേണ്ട കാര്യം, ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ മതത്തിലുള്ള ഈ സംഭവങ്ങൾ നല്ലത് വരുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും മറ്റുള്ള അതായത് നമ്മളുടെ സ്വന്തം മതത്തിലെ ആൾക്കാർ, അതായത് ഇസ്ലാം മതത്തിലെ വിശ്വാസി ഹിന്ദു മതത്തിലെ ചില ചടങ്ങുകൾ ചെയ്യുമ്പോൾ നിങ്ങൾ അതിനെ അധിക്ഷേപിക്കുകയും ചെയ്യരുത്. അത് അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരും അള്ളയുമായിട്ട് തീരുമാനിച്ചോട്ടെ. അത് അവരുടെ ഈമാൻ, അവരുടെ വിശ്വാസം, അവരുടെ ഹക്ക്, അവരുടെ കൽബുമായിട്ടുള്ള കാര്യമാണ്. അത് അവരാണ് ചെയ്യേണ്ടത്. ഈ സോഷ്യൽ മീഡിയയിൽ ചുമ്മാ നരകത്തിലെ വിറകു കൊള്ളി എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ കമന്റ് ഇട്ടുകൊണ്ട് ഒരു മതവൈരം നിങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. ഓക്കെ, നമുക്കറിയാം ഇപ്പോഴത്തെ നമ്മുടെ ജനറേഷനിൽ നമ്മളിപ്പം നമ്മളുടെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇത്ര മതേതരത്വം കാണിക്കേണ്ടി വരുന്നത്. കാരണം നമ്മൾക്ക് മുൻപൊക്കെ ചെയ്ത പല കാര്യങ്ങളും ഇന്ന് സോഷ്യൽ മീഡിയ വഴി നമുക്ക് കാണിക്കേണ്ടി വരുന്നു, നോർത്ത് ഇന്ത്യൻകാരെയും മറ്റുള്ളവരും. കാരണം എന്താ, അവർ കേരളത്തെ വെറുക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല, നമ്മളുടെ ഈ മതസൗഹാർദ്ദത്തിന് അവരെ എതിർക്കുന്നത് കൊണ്ടാണ്, അവർക്കൊരു BJP ഭരണം വരാൻ വേണ്ടിയിട്ടാണ്. സോ അങ്ങനത്തെ ഒരു കോൺടെക്സ്റ്റ് വെച്ച് നോക്കുമ്പോൾ അതുകൂടി നമ്മൾ ക്ലിയർ ആണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ബാംഗ്ലൂരിലാണ്. എൻ്റെ റൂമിൽ 2 മുസ്ലിം, ഞാനടക്കം 2 മുസ്ലിം, വേറൊരു പയ്യൻ ഹിന്ദുവാണ്. ഞങ്ങൾ ഈക്വലി, അവനും പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഞാൻ പറയും എനിക്കൂടി പ്രാർത്ഥിക്കണം കേട്ടോ. ഞാൻ നിസ്കരിക്കുമ്പോൾ അവൻ പറയും അവനോട് പ്രാർത്ഥിക്കണം, ദുആ ചെയ്യണമെന്ന് പറയും. ആ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവുക. ചുമ്മാ ഈ വേണ്ടാത്ത ഈ വിദ്വേഷം കുത്തി നിറക്കാതിരിക്കുക. ഓക്കെ, ഇസ്ലാമിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? എല്ലാ മതത്തിനെയും റെസ്പെക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം പിന്നെ ഒരു കാര്യം, ഈ കേസിൽ എങ്ങനെയാണ് മതത്തിനെ റെസ്പെക്ട് ചെയ്യാതിരിക്കുന്നത്? അങ്ങനെയല്ല, റിനീഷ ചെയ്തത് ഒരു സെൻസിൽ തെറ്റായിരിക്കാം. കാരണം എന്താ, ഒരു ഇസ്ലാം മത വിശ്വാസി, ഏകദൈവ വിശ്വാസി മറ്റുള്ളവരുടെ ചടങ്ങിൽ പങ്കെടുക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമമുണ്ട്. അത് റനീഷയും പടച്ചനും ആവട്ടെ, നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ തള്ളിമറിച്ചിട്ട് ആ കുട്ടീന്റെ നല്ലതും കെട്ടതും പറഞ്ഞും നിങ്ങൾ അവൾക്ക് നരകം വിധിക്കാൻ നിങ്ങൾ സ്വർഗത്തിലാണോ പോകുന്നത്? നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ആർക്കുമില്ല. ഒരു വേശ്യ, പിന്നെ അവൾ ജീവിക്കാൻ വേണ്ടി വേശ്യ പണിയെടുത്ത് കഴിഞ്ഞാൽ അവൾ സ്വർഗത്തിൽ പോകും ചിലപ്പോൾ, നമുക്ക് പറയാൻ പറ്റില്ല. അവൾ എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടാവും. ഇവനൊരു വയ്യാത്ത പട്ടിക്കൊരു വെള്ളം കൊടുത്താൽ മതി, ഫുഡ് കൊടുത്താൽ മതി. അങ്ങനെ എന്തോരം കഥകളുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പിന്നെ പണ്ട് കാലത്ത് 99 പേരെ കൊന്ന ഒരാൾ പിന്നെ തൗബ ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് അയാൾക്ക് തൗബ കിട്ടുമെന്നുള്ളൊരു കഥയുണ്ടായിരുന്നു. അയാൾക്ക് തൗബ കിട്ടിയിട്ടുണ്ട്, അയാൾ സ്വർഗത്തിലാണ്. കാരണം അയാൾ നടന്ന ദൂരമാണ് അവിടെ അളക്കുന്നത്. നടന്ന ദൂരം സ്വർഗത്തിനും നരകത്തിനും ഇടയിലുള്ള ദൂരം അളന്നപ്പോൾ അയാൾ ഒരു സ്റ്റെപ്പ് അധികം മാത്രം സ്വർഗത്തിലോട്ട് കയറി എന്നൊക്കെ ഉള്ളൊരു കഥയുണ്ട്. സോ നിങ്ങൾ വിധിക്കാതിരിക്കുക ആർക്ക് സ്വർഗം ആർക്ക് നരകം, ആര് വിറകുള്ളി എന്നൊക്കെ. റനീഷ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. റനീഷിന്റെ പേഴ്സണൽ ചോയ്സ് ആണ്. മതേതര ഇന്ത്യയിൽ അതിനുള്ള ചോയ്സ് ഉണ്ട്. അവൾ ജീവിക്കുന്ന സൗദിയിലൊന്നുമല്ല. അപ്പോൾ അത് അവളുടെ കേസാണ്, അത് അങ്ങനെ വിട്ടുനോക്കുക. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ തള്ളി മറിച്ച് പിന്നെ നിങ്ങൾക്ക് ആൾക്കാർക്ക് ഡൗട്ട് തോന്നൂല. നിങ്ങൾ എന്താണ് ഇൻകമിങ് മാത്രം എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കും, ഇൻകമിങ് മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം എന്നുള്ളത്. ഒബ്വിയസ്ലി അവർക്ക് ഡൗട്ട് വരുമല്ലോ. വിട്ടുകളയണം. ഇതൊന്നും ഒരു വിവാദമാക്കേണ്ട കാര്യമില്ല. എവിടെയും നന്മ, പിന്നെ ഇൻ കേസ് നമുക്കൊരു പവർ ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, അതിനെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ സൂറത്തുൽ അന്നാമിൽ ഒരു വേർഡ് ഉണ്ട്, ഞാൻ വായിക്കാം. അതിന്റെ അറബി വേർഡ് ഇതില്ല, ഞാൻ ChatGPT ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അള്ളാഹുവിനെ വിട്ട് അവർ വിളിക്കുന്നവരെ നിങ്ങൾ അധിക്ഷേപിക്കരുത്. അങ്ങനെ ചെയ്താൽ അവർ അറിവില്ലാതെ വൈരത്തോടെ അള്ളാഹുവിനെ അധിക്ഷേപിക്കാം. എന്തിനാണ് അതാണ് പറയുന്നത്. അവരും മറ്റുള്ള ദൈവങ്ങളെ വിശ്വസിക്കുന്നതുകൊണ്ട് നമ്മൾ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല. അത് അവരുടെ വിശ്വാസമാണ്. റനീഷക്ക് ആ വിശ്വാസങ്ങൾ അവർ സ്വീകരിക്കട്ടെ. ഇനി അവളും അള്ളയും തമ്മിലുള്ള തീരുമാനമാണ് എന്താന്നുള്ളത്, അവൾ മുസ്ലിമാണോ കാഫിറാണോ എന്നുള്ളത്. നിങ്ങൾ ചുമ്മാ അങ്ങനെ നിങ്ങളുടെ ആയിട്ടുള്ള രീതിയിൽ ജഡ്ജ്മെന്റ് ചെയ്യാതിരിക്കുക. പിന്നെ ലക്കും ദീനുക്കും വലിയ ദീൻ, സൂറത്തുൽ അൽ കാഫിറുൽ. എന്താ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്കും എൻ്റെ മതം. സോ ഇങ്ങനെയുള്ള ചില ഹിൻസ് ഖുർആനിൽ തന്നെ കൊടുത്തപ്പോൾ നമ്മൾ അതിനെ ഫോളോ ചെയ്യുക. ഓക്കെ, ഇന്നമാൽ ഉസ്രി യുസ്ര, വരുന്നത് വരട്ടെ, ആ ഒരു രീതിയിൽ അങ്ങ് പോവുക. ഓക്കെ, ഇതിനൊന്നും ഇങ്ങനെ വലിയ സംഭവമായി കണ്ട് വലിയ വിവാദമാക്കിയിട്ട് ഒരു സ്റ്റേറ്റിന്റെ സമാധാനം കളയരുത്.
വൺ തിങ്ക്, ഇത് കണ്ടോ നിങ്ങൾ? ഞാനിപ്പോഴാണ് ശ്രദ്ധിച്ച, വാട്ട് എ കോയിൻസിഡൻസ്. ഇത് കണ്ടോ? ഇത് 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 ശരിക്കും ലക്ഷ്മി ദേവിയാണെന്ന് തോന്നുന്നു. എൻ്റെ കബോർഡ് കേട്ടോ, എൻ്റെ റൂമിലെ കബോർഡ് ഇത്. സോ അപ്പം മുമ്പ് വന്ന് ആരും ഒട്ടിച്ചാണ്. സി, അതാണ് നമ്മൾ അങ്ങനെ അങ്ങ് ജീവിക്കുക. പിന്നെ ഈ റമദാനിൽ ഇങ്ങനത്തെ ഉള്ള വിഷചിന്തകളൊന്നും നിങ്ങൾ ഇതാക്കല്ലേ. അത് റെനീഷ് തെറ്റായിരിക്കാം, പക്ഷെ അത് അവളും പഠിച്ചവനും ആകട്ടെ. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ മറ്റുള്ളവരുടെ വെറുപ്പ് സമ്പാദിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ബൈ.